ആടിയുലയുകയാണ് ബംഗാൾ രാഷ്ട്രീയം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം മണത്ത തൃണമൂൽ കോൺഗ്രസ് ഏതു വിധേനയും BJPയുടെ കടന്നുകയറ്റത്തെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങളാണ്. ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം തൃണമൂൽ കോൺഗ്രസ് അനുകൂലമായ രാഷ്ട്രീയ വിശകലനം നടത്തുന്ന ഐപാക് എന്ന കമ്പനിക്കെതിരെ നടത്തിയ ED റെയ്ഡ്, ഐപാക്കിന്റെ ഓഫീസുകളിൽ നടത്തിയ കൊൽക്കത്തയിൽ നടത്തിയ ED റെയ്ഡ്, ആ ED റെയ്ഡിനെ തടയാൻ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ രംഗത്തെത്തിയെന്നും ED പിടിച്ചെടുത്ത നിർണായകമായ രേഖകൾ EDയുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് തട്ടിയെടുത്തു എന്നുമുള്ള ആക്ഷേപങ്ങളാണ് ഉയർന്നത്. അതിന് പിന്നാലെ ഇന്ന് കൊൽക്കത്തയിൽ വലിയ ജനകീയ പ്രതിഷേധവും ജനകീയ റാലിയും സംഘടിപ്പിച്ചു മമതാ ബാനർജി. കേന്ദ്ര സർക്കാരിന്റെ EDയുടെ നീക്കങ്ങളെ താൻ ഒറ്റയ്ക്ക് പ്രതിരോധിക്കുമെന്നും പശ്ചിമ ബംഗാളിലെ ഒരു നടപടിക്കും EDയെ അനുവദിക്കില്ലെന്നുമുള്ള വലിയ വെല്ലുവിളിയാണ് മമതാ ബാനർജി നടത്തിയത്. യഥാർത്ഥത്തിൽ മമതാ ബാനർജിയുടെ കാലിടറി തുടങ്ങിയിരിക്കുന്നു. മമതാ ബാനർജി പരാജയം മണത്തു തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ 2-3 തവണയും നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകാത്ത തരത്തിലുള്ള വലിയ തിരിച്ചടികളാണ് മമതാ ബാനർജി ഭരണകൂടത്തെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അലോസരപ്പെടുത്തുന്നത്. ആ അലോസരം മൂലമുണ്ടായ വലിയ ഒരു ഭ്രാന്തമായ അവസ്ഥയിലാണ് ഇപ്പോൾ മമതാ ബാനർജി ഭരണകൂടം എന്ന് പറയാതെ വയ്യ. എന്തായാലും ഏറ്റവും സുപ്രധാനമായി ഇക്കാര്യത്തിൽ പറയാനുള്ളത് SIR ആണ്, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പശ്ചിമ ബംഗാളിൽ നടപ്പാക്കാൻ അനുവദിക്കില്ലെന്നായിരുന്നു ഒരു സമയത്ത് മമതാ ബാനർജിയുടെ വെല്ലുവിളി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഒരു പോളിംഗ് ഉദ്യോഗസ്ഥനും ഒരു ബാലറ്റ് ഉദ്യോഗസ്ഥനും ഒരു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനും ബംഗാളിൽ കാലുകുത്തില്ല എന്ന് മമതാ ബാനർജി വെല്ലുവിളിച്ചു. എന്നാൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. കേന്ദ്ര സർക്കാരാകട്ടെ എന്ത് വില കൊടുത്തും പശ്ചിമ ബംഗാളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുമെന്ന് വെല്ലുവിളിച്ചു. അങ്ങനെ കേന്ദ്രസേനയുടെ കൂടി സാന്നിധ്യത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പശ്ചിമ ബംഗാളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പൂർത്തിയാക്കി. 1.5 കോടിയോളം കള്ള വോട്ടർമാരെ, 1.5 കോടിയോളം വ്യാജ വോട്ടർമാരെയാണ് പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒഴിവാക്കിയത്. 25 ലക്ഷത്തിലധികം വരുന്ന റോഹിംഗ്യൻ മുസ്ലിങ്ങൾ, ഏകദേശം 60 ലക്ഷത്തോളം വരുന്ന ബംഗ്ലാദേശി പൗരന്മാരുടെ വ്യാജ വോട്ടുകൾ അത് വെട്ടിത്തള്ളി പശ്ചിമ ബംഗാളിലെ വോട്ടർ പട്ടികയിൽ നിന്നും. കഴിഞ്ഞ കാലങ്ങളിൽ ഈ വ്യാജ വോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി ഭരണകൂടം അധികാരം പിടിച്ചത് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. നമുക്കറിയാം 60 ലക്ഷത്തോളം വോട്ടുകൾ വെട്ടിമാറ്റിയ വ്യാജ വോട്ടുകൾ വെട്ടിമാറ്റിയ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം എത്രത്തോളം നമുക്കറിയാം. 60 ലക്ഷത്തോളം വ്യാജ വോട്ടുകൾ വെട്ടിമാറ്റിയ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലത്തിലുണ്ടായ വലിയ മാറ്റം, ഇന്ത്യ മുന്നണിയും അതുപോലെ കോൺഗ്രസും ഇടതുപക്ഷവും ഒക്കെ വലിയ വിജയം പ്രതീക്ഷിച്ച ബീഹാറിലുണ്ടായ തെരഞ്ഞെടുപ്പ് ഫലം എന്തായിരുന്നു? NDA സർക്കാർ 190ലധികം സീറ്റുകൾ നേടി ചരിത്ര വിജയമാണ് ബീഹാറിൽ കുതിച്ചത്. അതായത് അവിടെ NDA മുന്നണിയുടെ വിജയത്തിന് ആധാരമായത് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണമായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ വ്യാജ വോട്ടുകൾ ചേർത്തുകൊണ്ട് കള്ള വോട്ടുകൾ ചെയ്തുകൊണ്ടാണ് ഈ ഇന്ത്യ മുന്നണിയിലെ പല രാഷ്ട്രീയ പാർട്ടികളും അധികാരം പിടിച്ചതെന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. അതിന് സമാനമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ അരങ്ങേറുന്നത്. 1.5 ലക്ഷത്തോളം വ്യാജ വോട്ടുകൾ, റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ വോട്ടുകൾ, ബംഗ്ലാദേശി പൗരന്മാരുടെ വോട്ടുകളൊക്കെ തന്നെ ചേർത്തുകൊണ്ട് മമതയ്ക്ക് അനുകൂലമായ ഒരു മുസ്ലിം ധ്രുവീകരണം ഉണ്ടാക്കിക്കൊണ്ട് ഇക്കുറിയും അധികാരം പിടിക്കാനായിരുന്നു മമതാ ബാനർജിയുടെ ശ്രമം. അതിന് കേന്ദ്ര സർക്കാർ തടയിട്ടു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടയിട്ടു. അതിൽ ഹാലിളകിയ മമതാ ബാനർജി എന്ത് തോന്നിയവാസവും എന്ത് കോപ്രായവും കാണിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴോ അതിന് പിന്നാലെ ബാബറി മസ്ജിദ് പണിയാൻ ഇറങ്ങിയതാണ് മുസഫറാബാദിൽ. പശ്ചിമ ബംഗാളിലെ മുസഫറാബാദിൽ ബാബറി മസ്ജിദ് പണിയാനിറങ്ങി. അങ്ങനെ മുസ്ലിം ഐക്യമുണ്ടാക്കി, മുസ്ലിം മതധ്രുവീകരണം ഉണ്ടാക്കി ഭരണം പിടിക്കാൻ ശ്രമിച്ച ഏറ്റവും ഹീനമായ രാഷ്ട്രീയം കളിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ്. ഇപ്പോൾ ഇതാ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ, കേന്ദ്ര സർക്കാരിന്റെ ഏജൻസിയായ EDയുടെ പരിശോധനകൾക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നു. മമതാ ബാനർജിക്ക് വേണ്ടി പശ്ചിമ ബംഗാളിൽ രാഷ്ട്രീയ വിശകലനം നടത്തുന്ന, രാഷ്ട്രീയ PR വർക്ക് നടത്തുന്ന ഏജൻസിയാണ് ഐപാക്.
പ്രദീപ് ജെയിനിന്റെ ഐപാക്ക്, ആ ഐപാക്കിന്റെ ഓഫീസുകളിലാണ് കേന്ദ്ര ഏജൻസികൾ കഴിഞ്ഞ ദിവസം റെയ്ഡുകൾ നടത്തിയത്. നിരവധി നിർണായകമായ രേഖകൾ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി ബന്ധപ്പെട്ട നിർണായകമായ രേഖകൾ ആ ഓഫീസുകളിൽ ഉണ്ടായിരുന്നു. അത് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് മമതാ ബാനർജി കൊൽക്കത്തയിലേക്ക് പറന്നെത്തിയതും ഈ ഐപാക്കിന്റെ ഓഫീസിലെത്തിയ ED ഉദ്യോഗസ്ഥരെ തടഞ്ഞുകൊണ്ട് അവരുടെ കയ്യിൽ നിന്നും നിർണായകമായ രേഖകൾ പിടിച്ചെടുത്തതും. ഇത് ഇഡിയുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നതാണെന്ന് കരുതി ED കേസ് നൽകിയിട്ടുണ്ട്. അതിന്മേലുള്ള നിയമപരമായ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പിന്നാലെയാണ് EDയെയും കേന്ദ്ര സർക്കാരിനെയും വെല്ലുവിളിച്ച് കൊൽക്കത്തയിൽ വലിയ ജനകീയ റാലി നടത്താൻ മമതാ ബാനർജി തയ്യാറായത്. എന്നാൽ ഈ റാലിക്ക് വേണ്ടത്ര പിന്തുണ ലഭിച്ചില്ല എന്നുള്ളതാണ് പുറത്തുവരുന്ന ഏറ്റവും സുപ്രധാനമായ വിവരങ്ങൾ. എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പശ്ചിമ ബംഗാളിന്റെ ചരിത്രം മാറ്റിക്കുറിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. 80 സീറ്റുകൾ മാത്രമുള്ള BJP അധികാരത്തിലെത്തുമെന്നാണ് ഒപ്പീനിയൻ പോളുകളൊക്കെ തന്നെ പറയുന്നത്. തൃണമൂൽ കോൺഗ്രസ് തകർന്നടിയും, അഴിമതി കൊണ്ട്, സ്വജനപക്ഷപാതം കൊണ്ട് ജനങ്ങളുടെ വിരോധം ഏറ്റുവാങ്ങിയിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് സർക്കാർ. ഭരണവിരുദ്ധ വികാരം പശ്ചിമ ബംഗാളിൽ ആഞ്ഞടിക്കുന്നു എന്നാണ് പശ്ചിമ ബംഗാളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വിലയിരുത്തലുകൾ. എന്തായാലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാൾ BJP പുതയ്ക്കുമെന്നും BJPയുടെ കാവി പുതയ്ക്കുന്ന ഒരു സംസ്ഥാനമായി പശ്ചിമ ബംഗാൾ മാറുമെന്നുമുള്ള ഒപ്പീനിയൻ പോളുകളാണ് പുറത്തു വരുന്നത്. അതേസമയം ഏത് വിധേനയും, ഏത് വർഗീയ ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയം കളിച്ചായാലും, ഏത് വർഗീയ ധ്രുവീകരണം കളിച്ചായാലും, ഏത് മതധ്രുവീകരണം കളിച്ചായാലും അധികാരം പിടിക്കാനുള്ള ഹീനമായ പരിശ്രമമാണ് മമതാ ബാനർജി സർക്കാർ, തൃണമൂൽ കോൺഗ്രസ് സർക്കാർ പശ്ചിമ ബംഗാളിൽ പയറ്റാൻ ഒരുങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം.